ഒരു കമ്പനിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റ് മാത്രം നോക്കിയാൽ പോരാ. അവർ ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്ന കഥയുണ്ടല്ലോ, അതിലാണ് ശരിക്കും കാര്യം. ഇന്ന് നമ്മൾ അങ്ങനത്തെ രണ്ട് കിഡിലൻ കഥകളാണ് നോക്കാൻ പോകുന്നത്. ഒന്ന് എസ് പവർ ഗ്രൂപ്പ്, അവരുടെ തിരിച്ചുവരവിന്റെ കഥ. പിന്നെ വീറ്റോ സ്വിച്ച് ഗിയേഴ്സ്, അവരുടെ തുടർച്ചയായ വിജയത്തിന്റെ കഥ. അപ്പോൾ ഈ രണ്ട് വഴികളും നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഒരു കമ്പനിയുടെ യഥാർത്ഥ DNA, അവരുടെ ഉള്ളിലിരിപ്പ്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഉത്തരം വളരെ സിമ്പിളാണ്. അവരുടെ ആനുവൽ റിപ്പോർട്ടുകളിലും ഇൻവെസ്റ്റർ പ്രസന്റേഷനുകളിലുമൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ കഥ. അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ ഇന്നത്തെ രണ്ട് കളിക്കാർ. ഒരു വശത്ത് എസ് പവർ ഗ്രൂപ്പ്, 60 വർഷം പഴക്കമുള്ള ഒരു കമ്പനി. പക്ഷേ ഒരു പുതിയ തുടക്കത്തിന്, ഒരു ഹൈ ഗ്രോത്ത് പാതയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. മറുവശത്തോ വീറ്റോ സ്വിച്ച് ഗിയേഴ്സ്, 1967 മുതൽ വിജയങ്ങളുടെ പാരമ്പര്യമുള്ളൊരു കമ്പനി. കണ്ടില്ലേ, തുടക്കത്തിലെ അവരുടെ ടാഗ്ലൈനിൽ തന്നെയുണ്ടാ വ്യത്യാസം. ഓക്കേ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ വിശകലനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. ആദ്യം ഈ രണ്ട് കമ്പനികളെപ്പറ്റി കുറച്ചുകൂടി അറിയാം. പിന്നെ അവരുടെ സ്ട്രാറ്റജികൾ തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നോക്കും, കണക്കുകൾ എന്തു പറയുന്നുവെന്ന് പരിശോധിക്കും. അവസാനം വിജയത്തിലേക്കുള്ള ഈ രണ്ട് വ്യത്യസ്ത വഴികളെപ്പറ്റി നമ്മളൊരു നിഗമനത്തിലെത്തും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ രണ്ട് കമ്പനികളും അവരവരുടെ ഐഡന്റിറ്റി എങ്ങനെയാണ് കെട്ടിപ്പടുക്കുന്നത്? ഒരാൾ പറയുന്നത് ഞങ്ങളൊരു വമ്പൻ തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്നാണ്, മറ്റേയാളോ വിജയം ഞങ്ങൾക്കൊരു ശീലമാണ് എന്നും. ഈ രണ്ട് കഥകളിലെയും സത്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. എസ് പവർ നോക്കുകയാണെങ്കിൽ അവരാദ്യം ചെയ്തത് സ്വന്തം കമ്പനിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഒരു കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് നടത്തി പുതിയ മാനേജ്മെന്റിനെ കൊണ്ടുവന്നു. അതായത് ഒരു തിരിച്ചുവരവിനുള്ള കളമൊരുക്കുന്നു. എന്നാൽ വീറ്റോയോ, അവർ പുതിയ പുതിയ കമ്പനികളെ ഏറ്റെടുത്ത് മാർക്കറ്റ് കൂടുതൽ ശക്തമാക്കുകയാണ്. ഒരാൾ വീടിന്റെ അകം ശരിയാക്കുന്നു, മറ്റൊരാൾ പുറത്തേക്ക് സാമ്രാജ്യം വലുതാക്കുന്നു. കണ്ടില്ലേ വ്യത്യാസം? എസ് ഈ തിരിച്ചുവരവ് വെറും വാക്കല്ല, കൃത്യമായ പ്ലാനോടുകൂടിയായിരുന്നു. സ്റ്റെപ്പ് 1, കടങ്ങളൊക്കെ വീട്ടാൻ 46 കോടി രൂപയുടെ ക്യാപിറ്റൽ സമാഹരിച്ചു. സ്റ്റെപ്പ് 2, UK ഓപ്പറേഷൻസ് ഒന്നുകൂടി ബലപ്പെടുത്താൻ അവിടുത്തെ മൈനോറിറ്റി സ്റ്റേക്ക് വാങ്ങി. സ്റ്റെപ്പ് 3, പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ ഹാർട്ട് എന്ന കമ്പനിയെ 100% ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞാൽ വളരെ ഫോക്കസ്ഡായ, പക്ക പ്ലാനിങ്ങോടുകൂടിയ നീക്കങ്ങൾ. ഇനി വീറ്റോയുടെ കാര്യം നോക്കിയാലോ. അവരുടെ വഴി വേറെയായിരുന്നു. തുടർച്ചയായ വളർച്ച, അതാണ് ലക്ഷ്യം. അതിനുവേണ്ടി അവർ തുടർച്ചയായി കമ്പനികളെ ഏറ്റെടുത്തു. 2021 വാൻകോൺ മോഡുലാർ, പിന്നെ 2024 വീറ്റോ പോളിടെക്, 2025 VNB അപ്ലയൻസസ്. ഇങ്ങനെ പോകുന്നു ലിസ്റ്റ്. ഓരോ ഏറ്റെടുക്കലിലൂടെയും അവർ മാർക്കറ്റിൽ കൂടുതൽ ശക്തരായി. അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിലെ തങ്ങളുടെ 1ാം സ്ഥാനവും നിലനിർത്തിപ്പോന്നു. ഓക്കേ, അപ്പോൾ അവരുടെ ഭൂതകാലവും വർത്തമാനവും നമ്മൾ കണ്ടു. ഇനി ഭാവിയെപ്പറ്റി അവർക്കെന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. എങ്ങനെയാണ് അവർ ഭാവിയിലേക്കുള്ള വളർച്ച പ്ലാൻ ചെയ്യുന്നത്? ഇവിടെയും ഈ രണ്ട് കമ്പനികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എസ് പവറിന്റെ 3 വർഷത്തെ പ്ലാൻ നോക്കൂ. എല്ലാം കൃത്യമായ കണക്കുകളാണ്. വരുമാനം ഇരട്ടിയാക്കണം, എബിഡ 12 മുതൽ 15% വരെയാകണം, 1-2 ടെക്നോളജി കമ്പനികളെ ഏറ്റെടുക്കണം. എല്ലാം പക്കാ മെഷറബിൾ. എന്നാൽ വീറ്റോയുടെ സ്ട്രാറ്റജി കുറച്ചുകൂടി ബ്രോഡാണ്. പുതിയ പ്രൊഡക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ശക്തമാക്കുക, സസ്റ്റൈനബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. അതായത് കൃത്യമായ നമ്പറുകളേക്കാൾ കൂടുതൽ ദിശാബോധത്തിനാണ് അവർ ഊന്നൽ കൊടുക്കുന്നത്. എസ് പവർ അവരുടെ ആഗ്രഹം എന്താണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 2028 ആകുമ്പോഴേക്കും ഒരു വേൾഡ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പായി മാറുക. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം, എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്. അതിൽ തന്നെയുണ്ട് അവരുടെ ഫോക്കസ് എവിടെയാണെന്ന്. ഇനി വീറ്റോയുടെ വിഷൻ എന്താണെന്ന് നോക്കാം. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഏറ്റവും മികച്ച ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് സൊല്യൂഷനുകൾ നൽകുന്ന ഒരു കോർപ്പറേഷനാവുക. കണ്ടോ, ഇവിടെ എഞ്ചിനീയറിംഗ് എന്നല്ല, സൊല്യൂഷനുകൾ, ആഗോള അംഗീകാരം തുടങ്ങിയ വാക്കുകൾക്കാണ് പ്രാധാന്യം. ഇത് അവരുടെ ബ്രാൻഡ് ഫോക്കസ്ഡ് അപ്രോച്ചിനെയാണ് കാണിക്കുന്നത്. എസ് പവർ അവരുടെ ഈ സ്ട്രാറ്റജിയെ വിളിക്കുന്നത് ഒരു പ്രത്യേക പേരാണ്, ടോപ്പ്ലസ് ഫ്രെയിംവർക്ക്. എന്താണത്? ടി എന്നാൽ ടെക്നോളജി, അതാണ് വളർച്ചയുടെ എഞ്ചിൻ. ഒ എന്നാൽ ഓണർഷിപ്പ് കൾച്ചർ, ജീവനക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നു. പി എന്നാൽ പ്രോസസ്സുകൾ, എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ശരിക്കും ഒരു വെൽ ഓയിൽഡ് മെഷീൻ പോലെ കമ്പനിയെ മാറ്റാനുള്ള ഒരു പ്ലാനാണിത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ അവരുടെ കഥകളും പ്ലാനുകളുമാണ് കേട്ടത്. പക്ഷേ ഇതൊക്കെ വെറും വാക്കുകളാണോ, അതോ കണക്കുകൾ ഈ കഥകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഓരോ കമ്പനിയുടെയും പെർഫോമൻസിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. എസ് പവറിന്റെ കാര്യത്തിൽ ഒറ്റയൊരു നമ്പർ മതി അവരുടെ തിരിച്ചുവരവിന്റെ കഥ പറയാൻ. സാമ്പത്തിക വർഷം 25 അവരുടെ ഓർഡർ ബുക്ക് വളർന്നത് 67%. 67%. ഇതൊരു ചെറിയ കാര്യമല്ല. ആളുകൾ വീണ്ടും ആ കമ്പനിയിൽ വിശ്വസിച്ചു തുടങ്ങിയെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്.
ഇനി വീറ്റോയുടെ ശക്തി എവിടെയാണെന്ന് നോക്കാം. ഈ ചാർട്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും അവരെ വരുമാനം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. വയർസ് ആൻഡ് കേബിൾസ്, ലൈറ്റിംഗ് ആൻഡ് ഫിറ്റിംഗ്സ്, ആക്സസറീസ്, ഇതിൽ നിന്നെല്ലാം ഏകദേശം ഒരേപോലെ വരുമാനം വരുന്നു. അതായത് ഒരു കാല് പോയാലും വീഴില്ല. അതാണ് അവരുടെ സ്റ്റെബിലിറ്റിയുടെ രഹസ്യം. പക്ഷേ SNS പവറിന്റെ കണക്കുകളിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അവരുടെ വരുമാനം 17% കൂടി. അത് നല്ല കാര്യമാണ്, പക്ഷേ ലാഭം കുറഞ്ഞു. അതെന്തങ്ങനെ? കാരണം സിമ്പിളാണ്. കമ്പനി പുനഃസംഘടിപ്പിക്കുമ്പോൾ ഒറ്റത്തവണയായി ഒരുപാട് ചെലവുകൾ വരും. അതുകൊണ്ടാണ് ലാഭം കുറഞ്ഞത്. ഇതിനൊരു താൽക്കാലിക നഷ്ടമായിട്ടേ കാണാൻ പറ്റൂ. ഭാവിയിലെ വലിയൊരു നേട്ടത്തിനു വേണ്ടിയുള്ള ചെറിയൊരു വേദന, അത്രയുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചുരുക്കി പറയാം. വിജയത്തിലേക്ക് ഒരൊറ്റ വഴിയല്ല, പല വഴികളുണ്ടെന്ന് കാണിച്ചു തരുന്ന 2 മികച്ച ഉദാഹരണങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. 2 വ്യത്യസ്ത ബ്ലൂ പ്രിന്റുകൾ. ഒരു വശത്ത് SNS പവർ, ഒരു ആർക്കിടെക്റ്റിനെ പോലെ എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടെ, അളവുകളോടെ 3 വർഷം കൊണ്ട് ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്താനുള്ള ശ്രമം. ഇതിനെ നമുക്ക് ഹൈ ഗ്രോത്ത് ടേൺ അറൗണ്ട് എന്ന് വിളിക്കാം. മറുവശത്ത് വീറ്റോ സ്വിച്ച് ഗിയേഴ്സ്, ഒരു കർഷകനെ പോലെ വളരെ ക്ഷമയോടെ ഓരോന്നായി നട്ടുനനച്ച് സ്ഥിരതയോടെ വളർച്ച ഉറപ്പാക്കുന്നു. ഇതിനെ സ്റ്റഡി ഗ്രോത്ത് എന്നും പറയാം. 2 വഴികളും ലക്ഷ്യത്തിലെത്താം. അപ്പോൾ ചോദ്യം ഇതാണ്: പെട്ടെന്നുള്ള അഗ്രസീവായ ഒരു റീബിൽഡിങ്ങിലാണോ, അതോ പതിയെ പക്ഷെ ഉറപ്പായുള്ളൊരു വളർച്ചയിലാണോ നിങ്ങൾക്ക് വിശ്വാസം? ഈ 2 ബ്ലൂ പ്രിന്റുകളിൽ നിങ്ങളുടെ ബെറ്റ് ഏതിലായിരിക്കും? ഒന്നാലോചിച്ച് നോക്കൂ.